അസ്സലാമു അലൈക്കും. നിങ്ങൾ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ കണ്ടിട്ടുണ്ട്? ഇന്ന് നമുക്ക് ആ ഖബർ കാണാൻ പോകാം. ഇതാണ് മക്ബറത്തുൽ മുഅല്ല. ഇത് മക്കയുടെ ഏകദേശം 1/2 കിലോമീറ്റർ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഖബർസ്ഥാനുള്ളത്. നമുക്കിവിടെ കയറി പോകുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണുന്ന വെള്ളമൊക്കെ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം ഈ ഖബർ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്കും ഒക്കെ എടുത്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഖബർ എന്ന് പറയുന്നത്. ഖബർ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ സിൻഡെക്സ് ടാങ്ക് കമഴ്ത്തിയിട്ടത് പോലുള്ള ഖബറല്ല, വേറെ വ്യത്യസ്തമായ ഖബറാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഖബറിൻ്റെ ഒരു രീതികളെന്ന് പറയുന്നത്. ഇതെല്ലാം ഖബറുകളാണ് കേട്ടോ. ഇതൊക്കെയും ഖബറുകളാണ്. ഇങ്ങനെ മതിൽ കെട്ടി കോമ്പൗണ്ടുകളാക്കി തിരിച്ച് ആണ് ഓരോ ഖബറുകളും ഉള്ളത്. ഈ ഖബറിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിനകത്ത് പോകുന്ന ഒരു വഴി. അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെ കയറിപ്പോയിട്ടാണ് നമുക്ക് ഇവിടെയുള്ള ഖബറുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെയും ഖബർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തായി നമുക്ക് കാണുന്നത് ഇതാണ് മതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ എന്ന് പറയുന്നത്. ഈ ഖബറിൻ്റെ ഒരു രൂപം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ബീവിമാരെന്നും അതുപോലെ തന്നെ കണ്ണുമാരെന്നൊക്കെ പേരൊക്കെയുള്ള പീരിക്കണ്ണ്, മുഹമ്മദ് കണ്ണിൻ്റെയൊക്കെ ഖബർ പോലെയല്ല. ഇത് സ്വാഭാവികമായി സുന്നത്തനുസരിച്ചുള്ള ഒരു ഖബറുകൾ മാത്രമാണ്. മക്കയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടുത്തെ പ്രത്യേകം നോക്കിയാൽ ഈ രീതിയിലാണ് ഇവിടെ ഖബറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഖബറുകൾ എന്ന് പറയുമ്പോൾ ഓരോ ഖബറിന് ഏകദേശം ഒരു 3-4 വർഷം മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഖബറുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഖദീജ ബീവിയുടെ മാത്രമല്ല മറ്റ് പല സ്വഹാബികളുടെയും ഖബറുണ്ട്. എല്ലാവരുടെയും ഖബറിൻ്റെ രൂപം ഇതാണ്. കണ്ടില്ലേ നിങ്ങൾ, ഖബർ എന്ന് പറയുമ്പോഴത്തേക്കും പല രൂപത്തിൽ ഉയർത്തി കെട്ടുവാനും പച്ച കുബ്ബ വിരിക്കുവാനും ഇതൊക്കെ ഒന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇത് പ്രവാചകൻ്റെ ഭാര്യമാരുടെയും അതോടൊപ്പം പ്രവാചകൻ്റെ ശിഷ്യന്മാരടങ്ങുന്ന സ്വഹാബികളും ഉൾപ്പെടുന്ന ആളുകളുടെ ഖബറുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചൂഷണം മാത്രമല്ല ഖബർ എന്ന് പറയുന്നത്, മറിച്ച് ഖബർ സന്ദർശനം തീർച്ചയായും ഒരു പരലോകത്തെ ഓർമ്മിക്കാനും മരണത്തെ ഓർമ്മിക്കാനുമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചുള്ള മാത്രമാണ് ഖബർ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും.